പാതയോര വക്കിലും കടത്തിണ്ണയിലും വീട്ടിന്റെ പോർച്ചിലും ആർക്കും വേണ്ടാതെ തള്ളിയിടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഷിഞ്ഞൊളുങ്ങിയ ശരീരത്തിന്റെയും വസ്ത്രത്തിന്റെയും മറവിൽ തന്റെ കുടുംബത്തിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഉമ്മ, ഏതെങ്കിലും ഒരു വാപ്പ നെഞ്ചു പൊട്ടിയിട്ടാണ് ഈ ലോകത്ത് നിന്നും തിരിച്ചു പോയതെങ്കിൽ റബ്ബ് പറയുന്നൊരു വാക്കുണ്ട്, വഖലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഒരാളാവട്ടെ രണ്ടാളാവട്ടെ എന്ന വർത്തമാനമോ നോട്ടമോ നീ നോക്കാതെ അവർ നിന്നെ സംരക്ഷിച്ചതുപോലെ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി, അവർക്ക് വേണ്ടി സ്നേഹം കൊടുത്ത് അവരെ നീ പരിപാലിച്ചിട്ടില്ല എങ്കിൽ ഉഖൂഖൽ ഉമ്മഹാത്ത്, നീ ഏത് കൊമ്പത്തെത്തിയാലും, നീ ഏത് ഡിഗ്രി നേടിയാലും, നീ എവിടെയൊക്കെ സ്ഥാനമാനങ്ങൾ വാങ്ങിക്കൂട്ടിയാലും, എത്ര കോടികൾ നിനക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും അറിയണേ മക്കളെ, ഏറ്റവും വലിയ അറിവ് ഡിഗ്രി പെറ്റ ഉമ്മാന്റെ കണ്ണുനീരറിയല, ജനിപ്പിച്ച വാപ്പാന്റെ തേങ്ങലറിയല. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കുള്ളിൽ നിന്നാണ് നമ്മുടെ തുടക്കമെന്ന് ചിന്തിക്കുന്ന വലിയൊരു മനസ്സിന്റെ ഉടമയാകാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് പോലും നമ്മളോട് ഓരോരുത്തരോടും സ്നേഹമുണ്ടാവുകയുള്ളൂ. അതിനെന്തു വേണം? മാതാപിതാക്കളെ സംരക്ഷിക്കപ്പെടണം. കവി റഹീഫ് അഹമ്മദ് സൂചിപ്പിച്ചതുപോലെ, തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ, ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ. ഒരുപാട് രാത്രികളിൽ തന്റെ കുഞ്ഞരി പല്ല് കാട്ടി ചിരിക്കുന്ന കൈതലിനെ മാറത്തെ കടക്കി പിടിച്ച് പാട്ടുപാടിയ നിങ്ങളുടെ ഉമ്മ, ഹസ്ബി റബ്ബി സല്ലല്ലാ എന്ന് പാടിപ്പറഞ്ഞ് ഉറക്കിന്റെ ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ നിങ്ങളെ ഉമ്മ, വിസർജിക്കുന്ന വിസർജ്യം അറപ്പില്ലാതെ കൈകൊണ്ട് വാരിക്കളഞ്ഞ് മൂത്രത്തിൽ പോലും നിങ്ങളെ കിടത്താത്ത നിങ്ങളെ ഉമ്മ, നിങ്ങൾക്കാദ്യമായി വെള്ളം കിട്ടിയത് ഉമ്മയുടെ പൊക്കിൾക്കൊടിയില. നിങ്ങൾ ആദ്യം വലിച്ച ശ്വാസം ഉമ്മാന്റെ പൊക്കിൾക്കൊടിയിലൂടെയാ. നിങ്ങൾ കിട്ടിയ ആദ്യത്തെ കരുതൽ നിങ്ങളുടെ ഉമ്മയുടെ കരുതല. ലോകത്തൊരു ഓപ്പറേഷനും ലോകത്തൊരു ഡോക്ടർക്കും മുറിച്ചു മാറ്റാനാവാത്തൊരു പൊക്കിൾക്കൊടി നിങ്ങളുടെ വയറ്റത്തുണ്ടെങ്കിൽ ഉറപ്പിച്ചോ മക്കളെ, ആ മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മളുടെ കാൽച്ചുവട്ടിൽ വീണിട്ടുണ്ട് എങ്കിൽ അതൊരു അഗ്നിയായി, അതൊരു അഗ്നിനോളമായി നമ്മളെ ഓരോരുത്തരെയും കത്തിച്ചു കളയും എന്ന വിശ്വാസത്തോടെ ഏത് തിരക്കിനിടയിലും മാതാപിതാക്കളെ സംരക്ഷിക്കാനും അവർക്ക് സമയം കൊടുക്കാനും സമയം കണ്ടെത്തണം. അതോടൊപ്പം തന്നെ മക്കളെയും ശ്രദ്ധിക്കണം.